തെലങ്കാനയുടെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദ്, അതായത് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് AIMIM നേതാവായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി ആണ്. ഹൈദരാബാദ് ജില്ലയ്ക്ക് വരുന്ന മേജർ ഷെയറും ഉൾക്കൊള്ളുന്ന സെക്കന്ദരാബാദ് ലോക്സഭാ മണ്ഡലം BJPയുടെ കൈവശമാണ്. ദേശീയ നേതാവായിട്ടുള്ള G കിഷൻ റെഡ്ഡിയുടെ കൈവശമാണ് സെക്കന്ദരാബാദ് ലോക്സഭാ മണ്ഡലം. ഈ രണ്ട് മേഖലയിലും ആധിപത്യം നേടിയെടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം പിടിച്ചടക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ് എന്ന് നേരത്തെ തന്നെ മുഹമ്മദ് അസറുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അസറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിൽ ആദ്യം മത്സരിക്കുമോ എന്ന ഊഹമുണ്ടായിരുന്നു. സാനിയ മിർസ മത്സരിച്ച് അത് കോൺഗ്രസിനായി തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന അഭ്യൂഹം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ആ പരീക്ഷണങ്ങൾ ഒന്നുമല്ല അവിടെ മുന്നോട്ട് വെച്ചത്. തെലങ്കാനയിൽ ഇപ്പോൾ പ്രധാനമായും പല ലോക്സഭാ സീറ്റുകളിലും മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിന് കാരണമായത് ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടിയായ BRS പല സ്ഥലങ്ങളിലും കൂപ്പുകുത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അണികളെല്ലാം തന്നെ മറ്റു പാർട്ടികളിലേക്ക് പോയി. അതിൽ എടുത്തു പറയേണ്ടത് ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടിയിലെ പ്രധാന അണികളെല്ലാം തന്നെ BJPയിലേക്കും കുറെ പേർ കോൺഗ്രസിലേക്കും പോയ കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസിന്റെ മുന്നേറ്റത്തെ തടുക്കാൻ കഴിയാതെയാണ് BRSന്റെ പതനം. BRSന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ മൊത്തം ആളുകളും BRS വിട്ടു എന്നുള്ളത് വലിയ രീതിയിലുള്ള ക്ഷീണമാണ് മകൾ കവിതയ്ക്കും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കവിതയും പരാജയപ്പെട്ടിരുന്നു. നൈസാമാബാദിൽ BJPയോടായിരുന്നു പരാജയപ്പെട്ടത്. അന്നു മുതലേ കേൾക്കുന്ന ഒരു കാര്യം, കവിത വളരെ പതുക്കെ തന്നെ ഒരുപക്ഷെ BRS നശിക്കുന്ന രീതിയിലേക്ക് പോയാൽ BJPയിലേക്ക് ചേക്കേറും എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ ചില പ്രാദേശിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ്.